രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് അടുത്ത വർഷം തുടങ്ങാൻ പോവുകയാണ്. സ്വാതന്ത്ര്യദിനത്തിൽ സർവീസ് തുടങ്ങുമെന്നാണ് റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചത്. മുംബൈയിലെ ഭൂഗർഭ സ്റ്റേഷന്റെ അടക്കം പണികൾ ഇനിയും ഏറെ മുന്നോട്ട് പോകാനുള്ളതിനാൽ സ്വപ്ന പദ്ധതി പൂർണ്ണമായി യാഥാർത്ഥ്യമാകാൻ സമയമെടുക്കും. 2027 ഓഗസ്റ്റ് 15 സാധ്യമാകും. മുംബൈ അഹമ്മദാബാദ് 508 കിലോമീറ്റർ അതിവേഗം പോകാനുള്ള ഒരു സാധ്യത. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ പായുന്ന ഒരു ഹൈ സ്പീഡ് ട്രെയിൻ. മുംബൈക്കും അഹമ്മദാബാദിനുമിടയിലെ 508 കിലോമീറ്റർ താണ്ടാൻ വേണ്ടത് വെറും 2 മണിക്കൂർ. സ്വപ്ന പദ്ധതിയിലേക്കുള്ള ദൂരം കൂടി പതിയെ കുറഞ്ഞു വരികയാണ്. മുംബൈയിലെ BKCയിലാണ് ആദ്യത്തെ ടെർമിനൽ. 10 നില കെട്ടിടത്തിന്റെ അത്രയും താഴ്ചയിൽ കുഴിച്ചാണ് ഭൂഗർഭ സ്റ്റേഷന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 3 ലെവൽ സ്റ്റേഷനിൽ 415 മീറ്റർ നീളത്തിൽ 6 പ്ലാറ്റ്ഫോമുകളാണ് തയ്യാറാവുന്നത്. അത്യാധുനിക ആഡംബര യാത്രയുടെ അനുഭവമാണ് ഈ സ്റ്റേഷനിൽ നിന്ന് പോലും പ്രതീക്ഷിക്കുന്നത്. BKC മുതൽ സബർമതി വരെ ആകെ 12 സ്റ്റേഷനുകൾ. അതിൽ 8 ഗുജറാത്തിൽ, 4 മഹാരാഷ്ട്രയിൽ. BKCയിലെ ടെർമിനലിന്റെ ജോലിയടക്കം തീരാൻ ഇനിയുമേറെ സമയമെടുക്കും. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ സർവീസ് തുടങ്ങുന്നത് സൂറത്തിനും ഗുജറാത്തിലെ ബിലിമോറയ്ക്കും ഇടയിലായിരിക്കും. മുംബൈയിലേക്ക് അവസാന ഘട്ടത്തിലാണ് സർവീസ് തുടങ്ങുക. സുരക്ഷയിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത യാത്രാ അനുഭവമാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഭൂഗർഭ പാതകളും ആകാശപാതകളും ചേരുന്ന പാതയിൽ ലെവൽ ക്രോസുകൾ ഇല്ല. ഓട്ടോമാറ്റിക് ഡോർ സംവിധാനവും എന്തിന് ഭൂചലന മുന്നറിയിപ്പ് സംവിധാനം വരെ ഈ ഹൈസ്പീഡ് റെയിൽവേ ഇടനാഴിയിൽ ഉണ്ടാകും. ജപ്പാനിലെ ഷിൻകാൻസൻ സാങ്കേതികവിദ്യ തന്നെയാണ് ഇവിടെയും യാഥാർത്ഥ്യമാകുന്നത്. ബുള്ളറ്റ് ട്രെയിൻ റേക്കുകൾ വൈകാതെ എത്തും. 1 ലക്ഷം കോടിയിലേറെ ചെലവിട്ടാണ് ഈ പദ്ധതി. ജപ്പാനിലെ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ സഹായത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. കോവിഡ് മഹാമാരിയും ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസവും അടക്കം പ്രതിസന്ധികൾ പലതും മറികടന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഭാവിയുടെ വേഗം കൂടുന്ന പദ്ധതിയാകുമെന്നാണ് പ്രതീക്ഷ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.